താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ആ വഴിയിലൂടെ പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. എന്താണ് നിലവിലെ അവസ്ഥ? ശക്തമായ മഴയാണ്. കഴിഞ്ഞ ഒരു 15 മിനിറ്റായി ഈ ഒരു താമരശ്ശേരി ചുരത്തിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. വളരെ ശക്തമേറിയ മഴയിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വളരെ ശക്തമായ മഴയാണ് പെയ്തത്. ഇതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതും. ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് വീണ്ടും ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് റോട്ടിലേക്ക് പ്രത്യേകിച്ച് മാറകളും മരങ്ങളും ഒക്കെ തന്നെ വീണ്ടും വീഴുന്നത്. അതേ തുടർന്നാണ് ഗതാഗതം ഇവിടെ പൂർണ്ണമായി അടച്ചതും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് ഗതാഗതം പൂർണ്ണമായി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ശക്തമായ മഴയാണ്. താഴ്വാരത്തും അതേപോലെ തന്നെ ചുരത്തിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയൊരു കുത്തൊഴുക്കാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു നീർച്ചാലുണ്ട്, അതിൽ കൂടെ വളരെ ശക്തമായ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് വീണ്ടും ഇടിയുന്ന സാധ്യതയും അതോടൊപ്പം എടുത്തു പറയേണ്ടത് പാറകളും താഴേക്ക് പതിച്ചു. നമ്മളിപ്പോ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഒരു ചുരത്തിന്റെ മണ്ണിടിഞ്ഞതിന്റെ തൊട്ട് അടുത്തുള്ള ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നതിനൊപ്പം തന്നെ വലിയൊരു നീരൊഴുക്ക് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഇടത് ഭാഗത്ത് ശക്തമായ മഴയിൽ നീരൊഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ തന്നെ ഓടി മാറുന്നൊരു സാഹചര്യമാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ കഴിയുന്നത്. മാധ്യമപ്രവർത്തകർ താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. മലവെള്ളപ്പാച്ചിൽ നീരുറവയായി താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ അതേ പ്രദേശത്ത് അതിന് തൊട്ടടുത്തായാണ് ഇപ്പോൾ ആ മലവെള്ളപ്പാച്ചിലിന് സമാനമായ നീരുറവ ഉണ്ടായിരിക്കുന്നത്. അത് താഴേക്ക് പതിക്കുകയാണ്. ഗുരുതരമായ സാഹചര്യമാണ് താമരശ്ശേരി ചുരത്തിൽ നിലവിലുള്ളത്. മന്ദഗതിയിലാണെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഇന്ന് രാവിലെ നടന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ മഴ ശക്തമായി പെയ്യുകയാണ്. ചുരത്തിൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും ശക്തമായ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ശക്തമായ മഴയും തുടരുന്നു. മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ണിടിഞ്ഞ പ്രദേശത്ത് വീണ്ടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കുന്നു. ലിനറ്റ് സുരക്ഷിതമായി അവിടെ തുടരാൻ ശ്രമിക്കുക. ഗതാഗതം ഇപ്പോഴും അവിടെ വാഹനങ്ങൾ പോകുന്നതായി കാണുന്നു. അതിന് അനുവദിക്കുന്നുണ്ടോ ഈ പ്രതികൂലാവസ്ഥയിലും? അഖില, അത് വാഹനങ്ങൾ ഇവിടെ സൈഡാക്കി മാറ്റിവെച്ച വാഹനങ്ങൾ, അതായത് സന്നദ്ധ പ്രവർത്തകരുടെയും പോലീസിന്റെയും ഒക്കെ തന്നെ വാഹനങ്ങളാണ് ഇവിടെ നിന്ന് മാറ്റുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് സൈഡിൽ ശക്തമായ നീരൊഴുക്കാണ് കാണുന്നത്. ഇവിടെ നിന്ന് വാഹനങ്ങളൊക്കെ മാറ്റാനുള്ള ശ്രമമാണ്. അതോടൊപ്പം തന്നെ ശക്തമായ മഴ തുടരുന്നാൽ ഇടതുവശത്തെ പാറക്കെട്ടുകളിൽ നിന്ന് ശക്തമായ നീരൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അതേ ഭാഗത്ത് ശക്തമായ മണ്ണിടിച്ചിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ മണ്ണ് ഈ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മണ്ണോടൊപ്പം തന്നെ പാറക്കല്ലുകളും ഈ ഒരു ഭാഗത്ത് വന്ന് ആളുകൾ തന്നെ വളരെ പരിഭ്രാന്തിയിലാണ് ഇവിടെ കഴിയുന്നത്. മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. സാധാരണ പൊതുജനങ്ങളെ അവിടെ നിന്ന് ഈ ഒരു ചുരത്തിലേക്ക് കടത്തിവിടാൻ അനുവദിച്ചിട്ടില്ല. ഇന്ന് രാവിലെയോടുകൂടെ ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള സന്നാഹങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രത്യേകിച്ച് പോലീസ് ഓഫീസർമാരും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ വളരെയേറെ കരുതലോടെയാണ് കാര്യങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ച് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള ശ്രമമാണ്. പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ആളുകളൊക്കെ തന്നെ വാഹനങ്ങൾ തിരിച്ചുവിട്ട് മറ്റൊരു സൈഡിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. ശക്തമായ മഴയാണ് കഴിഞ്ഞ ഒരു 15 മിനിറ്റോളമായി ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് വലിയൊരു രീതിയിലുള്ള മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസം പോലെ തന്നെയുള്ള ശക്തമായ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് മാധ്യമങ്ങളോട് വരെ പുറകോട്ട് മാറി നിൽക്കാനാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമായതിനാൽ വീണ്ടും അവിടെ മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളാണ് ഇവിടെ നിന്ന് ഈ ഒരു
വാഹനങ്ങളൊക്കെ തന്നെ മാറ്റാൻ സഹായിക്കുന്നത്. ശക്തമായ നീരൊഴുക്കാണ്, അതുകൊണ്ട് ഈ ബൈക്കുകൾ അടക്കമുള്ള വാഹനങ്ങൾ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ മാറ്റുകയാണ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ പാറക്കല്ലുകളും അതോടൊപ്പം മണ്ണും ഒക്കെ തന്നെ ഈ ഒരു റോഡിന്റെ ഒരു സൈഡിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയാണ്. ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് ഈ വെള്ളത്തിന് കൃത്യമായി ഒഴുക്കി വിടാനുള്ള ഒരുക്കമാണ് ഈ പോലീസിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ കല്ലുകളൊക്കെ തന്നെ മാറ്റി വെള്ളം കൃത്യമായി താഴേക്ക് ഒഴുക്കി വിടാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അഖില, ലിനറ്റ്, ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ താത്കാലികമായി നിർത്തിവെക്കേണ്ട സ്ഥിതി ഉണ്ടാകുമോ? അത് ഇന്ന് തുടരാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ജില്ലാ ഭരണകൂടം അതിൽ കൃത്യമായ തീരുമാനങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ ലൈവായി തന്നെ കണ്ടുകൊണ്ടിരുന്നതാണ് ഈ ഒരു മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്, പാറക്കല്ലുകളൊക്കെ തന്നെ താഴേക്ക് പതിച്ചിരിക്കുന്നത്. ഇനിയൊരു പെട്ടെന്ന് ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇനിയും സംശയമാണ്, ആശങ്കയാണ്. കാരണം വീണ്ടും മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇതുപോലെ മണ്ണും അതോടൊപ്പം മരങ്ങളും ഒക്കെ തന്നെ ഈ റോഡിലോട്ട് പതിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശരിയായെങ്കിൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. അഖില, ലിനറ്റ്, ഈ വാഹനങ്ങൾ പോകുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ അടിയന്തര ആവശ്യങ്ങൾക്കായി പോകുന്നവരുടെ സ്ഥിതി എങ്ങനെയാണ്? അവരെ കടത്തിവിടേണ്ട വല്ല സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ ശക്തമായ നീരൊഴുക്കാണ്. അതുകൊണ്ട് ഒരു വാഹനങ്ങളും അത്യാവശ്യ ഘട്ടത്തിൽ പോലും ഉള്ള വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. കാരണം ശക്തമായ മഴയാണ്, ഏത് സമയത്തും എന്തിനും സംഭവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് പോലീസും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, ഇവരൊക്കെ തന്നെയാണ് ഇതിനുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. വാഹനങ്ങളും അതോടൊപ്പം മാധ്യമ പ്രവർത്തകരോടും ഇവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ പുറകിലോട്ട് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴയാണ് സ്ഥലത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ മഴ പെയ്യുമ്പോൾ ഈ നീർച്ചാലുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് സാധാരണമാണ്. എന്നാൽ ഇന്ന് ഈ ഒരു മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് ശക്തമായ മഴയിൽ വേറൊരു ഭാഗത്തും കൂടെ വെള്ളം ഒഴുകിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്തേക്ക്, ഈ ഒരു 9ാം വളവിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഈ ഒരു മാധ്യമപ്രവർത്തകരെയും ഇവിടെയുള്ള മറ്റു ആളുകളെയും ഒക്കെ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം വെള്ളം ഒഴുക്കി വിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയ കൂടിയാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നീരൊഴുക്കും ശക്തമാണ്. ഈ ഒരു റോഡിലോട്ട് വീണ ചെളിയും മണ്ണും കല്ലും ഒക്കെ തന്നെ ഇവിടെ നിന്ന് നീക്കേണ്ടത് ആവശ്യമാണ്. അത്തരത്തിൽ നീക്കിയാൽ മാത്രമേ ഇനി അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ പോലും വാഹനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ, അതായത് ചുരം വഴി യാത്ര ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയുള്ളൂ. ഇപ്പോൾ മഴയ്ക്ക് നേരിയ തോതിലുള്ള ഒരു ശമനം ഉണ്ടെങ്കിൽ പോലും മഴയിൽ വന്ന വെള്ളം ശക്തമായാണ് ഈ റോഡിൽ കൂടെ ഒഴുകുന്നത്. അതോടൊപ്പം ചെറിയ ചെറിയ ശരി ലിനറ്റ്, താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയായിരുന്നു. പെരുമഴയാണ് അവിടെ പെയ്യുന്നത്, ശക്തമായ മഴയാണ്. വയനാട് കോഴിക്കോട് ചുരം പാതയിലെ ഗതാഗത നിരോധനം അത് തുടരുകയാണ്. ഒരു കാരണവശാലും ജനങ്ങൾ ആ മേഖലയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്ര ഗുരുതരമാണ് അവിടുത്തെ സ്ഥിതി. കനത്ത രീതിയിൽ മഴ തുടരുകയാണ്.